പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ഡിൽന. ഫസ്റ്റ് ഞാൻ പറയേണ്ടത് ഞാനിവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാനിത് വരണമെന്ന് വിചാരിച്ച ഒരാളല്ല. ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ഇതിനു മുമ്പ്. ഇങ്ങനെ ഒരു TOB പറഞ്ഞിട്ടൊരു ധ്യാനം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ 2 ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ വന്നത്. അവർ പറഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, പോരെ അറ്റൻഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പലതും തെറ്റാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ പറയുന്ന പോലെ സാറ് കുറേ സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ഇതിൽ ഒന്നും നമുക്ക് നമ്മുടെ പാരൻസോ ടീച്ചേഴ്സോ സമൂഹമോ ആരും ഒന്നും പഠിപ്പിച്ചു തരുന്നില്ല, ഒന്നും പറഞ്ഞു തരുന്ന പോലുമില്ല. നമുക്കെല്ലാം വളരെ ഡീപ്ലി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും നല്ല ക്ലാസ്സുകളാണ്. ഐ തിങ്ക് 10th കഴിഞ്ഞ സ്റ്റുഡൻസ്, അതിന് മുന്നേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവർ ഉറപ്പായിട്ട് ഇത് അറ്റൻഡ് ചെയ്യണം. ഞാനിപ്പോൾ യൂത്താണ്, എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ലേറ്റായി ഇത് കൂടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോഴും കൂടിയിരുന്നില്ലെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യും. ഇനിയൊരു കോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കും. കാരണം ഇതിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതേ അല്ല പല കാര്യങ്ങളും. ജെൻഡർ ആയിക്കോട്ടെ, സെക്സ് ആയിക്കോട്ടെ, ഗോഡ്സ് ലവ് ആയിക്കോട്ടെ, എന്താണേലും. ഫസ്റ്റ് ഡേ നമുക്ക് പരിശുദ്ധാത്മാവിനെ സാറ് തന്നു. മൂപ്പർക്കൊരു പവറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ 3rd ഡേ ഇവിടെ നിൽക്കേണ്ട ഒരാളല്ല, 4th ഡേ ഇവിടെ നിൽക്കേണ്ട ഒരാളല്ല. പരിശുദ്ധാത്മാവിനൊരു പവർ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊരു സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാനും ഓർത്തു, ഞാനിങ്ങനെ ഒരു 1 ഡേ ഒരു ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളേ അല്ല. കോളേജിൽ പഠിക്കുമ്പോൾ പോലും ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ബ്രേക്ക് എടുത്ത് ഹോസ്റ്റലിൽ പോയിട്ട് ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഒരു സെക്ഷൻ പോലും ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ടും ഉണ്ടെങ്കിൽ അത് അത്രയും ക്ലിയർ ചെയ്ത് സാറ് തരുന്നുണ്ട്. താങ്ക് യു സർ. ഐ തിങ്ക് എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യണം. ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് നമുക്ക് വളരെ ഇതായിരിക്കും. നമ്മൾ എന്തായാലും ഇത് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനിയൊരു കോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയും എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ഞാൻ എൻ്റെ മമ്മിയോട് ഇന്നലെ പറഞ്ഞത്, മമ്മി ചോദിച്ചു എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ, എങ്ങനെയുണ്ട് നീ ഇത്രയും ദിവസം ഇരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്, ഇവിടെ തന്നെ 2 ധ്യാനം കൂടിയിട്ടുണ്ട്. ഞാൻ അതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും അല്ല. അതിന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഈ TOB ക്ലാസ്. എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.